ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് 1.5 കപ്പ് അളവിൽ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്ന ഒരു 1/4 ടീസ്പൂൺ അളവിൽ അയമോദകമാണ്. അപ്പോൾ ഇത് ഓപ്ഷണലാണ്, താല്പര്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, ഉണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് അതൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ച് നമുക്കിത് ചപ്പാത്തിക്കൊക്കെ മാവ് കുഴയ്ക്കുന്ന പോലെ കുഴച്ചെടുക്കാം. ഒരുപാടങ്ങ് ലൂസായി പോകരുത് കേട്ടോ, എങ്കിലിത് പരത്തിയെടുക്കുമ്പോൾ നമുക്കിത് ഫില്ലിംഗ് ഒക്കെ വെക്കുമ്പോൾ അതിൻ്റെ ആ ഒരു പെട്ടെന്ന് അത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനിവിടെ ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് മാറ്റി വയ്ക്കാം, കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. ഇനി ഞാനിവിടെ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 മീഡിയം സൈസ് എടുത്തിരുന്നാലും മതി കേട്ടോ. ഇതിപ്പോൾ ഒരെണ്ണം വലുതും ഒരെണ്ണം ചെറുതുമാണ്. അതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഗ്രേറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഇതൊന്ന് കഴുകിയെടുക്കുക കേട്ടോ. അപ്പോൾ 2-3 തവണയായിട്ട് ഒന്ന് കഴുകിയെടുക്കുക, അതിൻ്റെ സ്റ്റാർച്ചൊക്കെ ഒന്ന് പോയി കിട്ടും. ഇനി നമുക്കിത് വെള്ളം ഒഴിച്ചൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ ഇത് ഞാനിവിടെ 2-3 തവണയായിട്ട് കഴുകി നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് എടുത്തിട്ടുണ്ട്. അത് പിഴിഞ്ഞിട്ട് നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് സവോളയാണ്. അപ്പോൾ ഇതൊരു മീഡിയം സൈസ് സവോള ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഇത് ക്യാപ്സിക്കം ആണ് കേട്ടോ. ഇത് ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ക്യാപ്സിക്കം ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ചേർക്കാവുന്നതാണ് കേട്ടോ. ക്യാബേജ് ചേർക്കാം, ക്യാരറ്റ് ചേർക്കാം. അപ്പോൾ ഞാനിതിൽ ക്യാരറ്റ് കൂടി ചേർക്കുന്നുണ്ട്. ഒരു ചെറിയ ക്യാരറ്റും ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ബീൻസ്, ക്യാപ്സിക്കത്തിന് പകരം ബീൻസ് വേണമെങ്കിൽ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ചേർക്കാവുന്നതാണ്. ക്യാരറ്റ് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഉപ്പാണ്. അല്പം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ അത് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. അപ്പോൾ ഇതിൻ്റെ ആ ഒരു അല്പം വെജിറ്റബിൾ ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് അതിൽ വെള്ളം ഊറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് പിഴിഞ്ഞ് മാറ്റണം. ഇല്ലെങ്കിൽ നമ്മളിത് തയ്യാറാക്കുന്ന സമയത്ത് അത് നനഞ്ഞു പോകാനായത് നന്നായിട്ട് തന്നെ അതൊന്ന് പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഞാനിവിടെ നന്നായിട്ട് അതൊന്ന് പിഴിഞ്ഞ് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ജീരകമാണ്, ചെറിയ ജീരകമാണ് കേട്ടോ. ഒരല്പം, ഒരു 1/4 ടീസ്പൂണിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് പച്ചമുളകാണ്. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സ് ചേർക്കുന്നുണ്ട്. അതുപോലെ ഗരം മസാല ചേർക്കുന്നുണ്ട്. കൂടെ തന്നെ ചാട്ട് മസാല ചേർക്കുന്നുണ്ട്. അപ്പോൾ ചാട്ട് മസാല ഇല്ലയെന്നുണ്ടെങ്കിൽ ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുത്താലും മതി. ചെറിയൊരു പുളിപ്പ് രസത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. ശേഷം ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ സ്പൂൺ കൊണ്ടോ കൈ കൊണ്ടോ ഒക്കെ നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ച് എടുക്കാം. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ കുറച്ചുകൂടി നല്ലതായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ മാവ് നമുക്കൊന്ന് 2ആയിട്ട് മാറ്റാം. അപ്പോൾ ഒറ്റ സ്റ്റെപ്പിൽ അത് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. ഈ മാവ് നമ്മൾ 1.5 കപ്പ് മാവാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കുറച്ച് മാവിലാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒറ്റ തവണ ചെയ്തെടുത്താൽ മതിയാകും. അപ്പോൾ ഇത് 2ആയിട്ട് ഉരുട്ടിയതിന് ശേഷം കൗണ്ടർ ടോപ്പിലിട്ട് നിന്ന് പരത്തിയെടുക്കാം. അപ്പോൾ വലിപ്പത്തിലായതുകൊണ്ടാണ് കൗണ്ടർ ടോപ്പിൽ ഇടുന്നത് കേട്ടോ. കുറച്ചുകൂടെ ചെറുതായിട്ട് തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫില്ലിംഗ് ഒക്കെ വെക്കുന്നതുകൊണ്ട് തന്നെ നന്നായിട്ട് വലിപ്പത്തിൽ വേണം ഇത് പരത്തിയെടുക്കാനായിട്ട്. അപ്പോൾ ചപ്പാത്തി പലകയിൽ ബുദ്ധിമുട്ടായിരിക്കും, കൗണ്ടർ ടോപ്പിലിട്ട് ചെയ്യുന്നതായിരിക്കും എളുപ്പം. കുറച്ച് ഗോതമ്പ് പൊടി കൂടി വിതറിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ഒരുപാട് നൈസായിട്ടും പരത്തരുത്, അതുപോലെ ഒരുപാട് കനം കൂടിയും പരത്തരുത് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. നിങ്ങൾക്കിതിൽ ചീസൊക്കെ ഗ്രേറ്റ് ചെയ്തിടണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ പനീറൊക്കെ ഗ്രേറ്റ് ചെയ്തിടണമെങ്കിൽ അതും ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഫില്ലിങ്ങിനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത് നിറച്ച് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത് നമ്മൾ ചുരുട്ടിയെടുക്കുന്ന സമയത്ത് അത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരുപാട് നൈസ് ആക്കരുത് കേട്ടോ. ഇതിങ്ങനെ ചുരുട്ടി ഇതുപോലെ എടുക്കുക. ഓരോ പ്രാവശ്യം ചുരുട്ടി എടുക്കുമ്പോഴും ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൂടെ കൊടുക്കുക കേട്ടോ. എങ്കിൽ നല്ല പെർഫെക്റ്റായിട്ട് ഇരിക്കും, അതിന് വേണ്ടിയിട്ടാണ്. അതുപോലെ വെജിറ്റബിൾസിൻ്റെ അളവ് കൂടിപ്പോകാനും പാടില്ല, എങ്കിൽ നമുക്കത് ഉരുട്ടിയെടുക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും. ഇപ്പോൾ എല്ലാം തന്നെ നന്നായിട്ട് തന്നെ ഉരുട്ടി എടുത്തിട്ടുണ്ട്. സൈഡ് നിങ്ങൾക്ക് കട്ട് ചെയ്ത് മാറ്റണമെങ്കിൽ കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ കട്ട് ചെയ്തൊന്നും മാറ്റുന്നില്ല. അപ്പോൾ സൈഡൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരേ ഷേപ്പിലൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഇനി ഞാനിവിടെ ഒരു സ്റ്റീം ചെയ്യാനായിട്ടൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലൊന്ന് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
ഇനി നമുക്കിത് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പം നമ്മളിവിടെ രണ്ടെണ്ണമാണല്ലോ മാവ് രണ്ടായിട്ടാണല്ലോ മാറ്റിയിരിക്കുന്നത്. അപ്പം അടുത്തതും കൂടി അതുപോലെ നമുക്ക് പരത്തി ഫില്ലിംഗ് ഒക്കെ റെഡിയാക്കി തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇത് ഒരു അല്പം നീളം കൂടുതലുണ്ട്. അപ്പോൾ സൈഡ് കട്ട് ചെയ്ത് മാറ്റണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ സ്റ്റാൻഡ് ഒരു പാത്രം കൂടി വെച്ചിട്ടുണ്ട്. അതിൽ മുങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. വെള്ളം തിളച്ച് വരുമ്പോൾ ഇതിൽ നനവ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി പാത്രം അടച്ച് വെച്ച് ഹൈ ഫ്ലെയിമിലിട്ട് ഒരു 8 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 8 മിനിറ്റ് കഴിയുമ്പോഴേക്കും നന്നായിട്ട് തന്നെ ഒന്ന് വെന്തിട്ടുണ്ട്. പിന്നെ ഇത് ചേർന്നാണ് ഇരിക്കുന്നത്. നിങ്ങൾ വെക്കുമ്പോൾ ഒന്ന് സ്പേസ് ഇട്ട് വേണം വെക്കാനായിട്ട്. അല്ലെന്നുണ്ടെങ്കിൽ അത് ഒട്ടി പിടിച്ചിരിക്കും. ഇളക്കാനായിട്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. ഇനി നമുക്കതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. തണുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ കഴിക്കാനും കൊള്ളാം കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പം മുതിർന്നവർക്ക് ഈ ഒരു രീതിയിൽ കഴിക്കാവുന്നതാണ്. കുട്ടികൾക്ക് കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൽ നിറച്ചും ഫില്ലിങ്ങൊക്കെ, അപ്പോൾ ഇഷ്ടമുള്ള ഫില്ലിങ് നിങ്ങൾക്ക് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി വേവിച്ച് ഇതുപോലെ ചെയ്യാവുന്നതാണ്. അതല്ലെന്നുണ്ടെങ്കിൽ അതുപോലെ പനീറോ ചീസോ ഒക്കെ ഇതിനകത്ത് വയ്ക്കാവുന്നതാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ചീസൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റായിട്ട് അവർ കഴിച്ചോളും. പിന്നെ ഇത് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഇതുപോലെ ഒരു പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ വെച്ചിരുന്നാലും നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് എടുത്ത് ഫ്രൈ ചെയ്ത് കൊടുത്താലും മതിയാകും കേട്ടോ. അത് എപ്പോൾ വേണോ നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഒന്നുകിൽ ഇത് സ്റ്റോർ ചെയ്ത് വെക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ അത് ഫ്രൈ ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഞാനിവിടെ ഇത് രണ്ടും കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് ആവശ്യത്തിനനുസരിച്ച് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അത് ഫ്രൈ ചെയ്യുന്നതിന് മുന്നായിട്ട് ഇതിന് വേണ്ടിയിട്ടൊരു കോട്ടിംഗ് തയ്യാറാക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ അളവിൽ മൈദ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ച് ഒന്ന് കുഴച്ചെടുക്കാം. നന്നായിട്ട് തന്നെ ഒന്ന് ലൂസായിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പം ഇതിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചില്ലി ഫ്ലേക്സോ മല്ലിയിലേക്കോ ചേർക്കാവുന്നതാണ്. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാനിവിടെ ഒന്നും തന്നെ ചേർക്കുന്നില്ല കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ കളറിന് വേണ്ടിയിട്ട് അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എരിവിന് വേണ്ടിയിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അത് ഇഷ്ടം പോലെ ചെയ്യാവുന്നതാണ്. ഞാൻ ഒരു നുള്ള് ഉപ്പാണ് ചേർത്ത് കൊടുത്തത്. നന്നായിട്ട് തന്നെ യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു കടായിൽ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് തന്നെ ഈ ഒരു ബാറ്ററിലൊന്ന് മുക്കിയെടുക്കാം. ഇതിപ്പോൾ ഒരല്പം ലൂസായിട്ടാണ് ഇരിക്കുന്നത്. ഒരല്പം കൂടി കട്ടിയായിട്ട് എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എണ്ണയിലേക്ക് നമുക്കിത് വെച്ച് കൊടുക്കാം. അപ്പോൾ നല്ല ഹൈ ഫ്ലെയിമിലിട്ട് എണ്ണ ചൂടായതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. അതിന് ശേഷം മാത്രം ഇതിട്ട് കൊടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആ പുറം ഭാഗം ഒന്ന് കരിഞ്ഞു പോകും. ഉൾഭാഗത്തൊന്നും വെന്ത് കിട്ടത്തില്ല. വെന്തതാണ് ഓൾറെഡി. പക്ഷേ നമുക്കിത് അധിക സമയമൊന്നും ഫ്രൈ ചെയ്ത് വേവിച്ചെടുക്കേണ്ട കാര്യമില്ല. പക്ഷേ ഒന്ന് ക്രിസ്പി ആയിട്ട് കിട്ടണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഒരല്പം നേരം ഒന്ന് എണ്ണയിലിട്ടേക്കണം. അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് ക്രിസ്പിയായി കിട്ടും. ഇത് ഒരല്പ സമയം കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ. നന്നായിട്ട് തന്നെ നല്ല ക്രിസ്പി ആയിരിക്കും. ഉറപ്പായിട്ട് എല്ലാ പേരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ് ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ളത്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കണും ഓൾ ഓപ്ഷനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. എങ്കിലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ പുതിയൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്